നിങ്ങൾ കൊറിയൻ സിനിമ ഇംഗ്ലീഷ് സിനിമ നോക്കുക, നിങ്ങൾ മലയാള സിനിമയിൽ എന്താ നടക്കുന്നത് ആദ്യം പഠിക്കും. ഞാൻ സാധാരണ ജനങ്ങളോടാണ് പറയുന്നത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വേഷം ഇട്ട് ഒരാൾ പറയുകയാണ് ചെയ്തത്. അത്യാവശ്യം ഐക്യമുള്ള ആളുകൾക്ക് 2011 സന്തോഷ് പണ്ഡിറ്റിൻ്റെ കളി കണ്ടപ്പോൾ ഇയാളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അവരന്ന് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ബുദ്ധി കുറഞ്ഞവർക്ക്, ഐക്യ കുറഞ്ഞവർക്ക് കുറച്ച് സമയമെടുത്തു, ഇന്ന് അവരെന്നെ സ്നേഹിക്കും. കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു വീഡിയോ കാണുന്നില്ല, ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നു, ഇഷ്ടപ്പെടാത്തവൻ്റെ വീഡിയോ കാണുന്നു. കൺഫ്യൂഷൻ്റെ കുറവുണ്ടെന്നേ ഞാൻ പറയും. ഒറ്റത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞാൽ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? ഞാൻ അന്നും തന്നെയല്ലേ പറഞ്ഞത്. എനിക്ക് രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ ഇങ്ങനെ ഒട്ടിച്ചെറിയ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ട് ഞാൻ എന്ത് വെറൈറ്റി ചെയ്യാനാണ്? ടോട്ടലി ചിന്തിക്കുകയാണെങ്കിൽ മലയാള സിനിമ ഒരു 80% മരിച്ചു കഴിഞ്ഞു. സ്റ്റേജ് കൂടെ പിന്നിട്ട് കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളുണ്ടാവില്ല. 5 വർഷത്തിന് ശേഷം പ്രവാസികളെല്ലാം തിരിച്ചു വരികയാണെങ്കിൽ കേരള സംസ്ഥാനം നേരിടാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ സിനിമ. ഞാൻ കുറച്ച് നാളുകൾ നമ്മുടെ മിമിക്രിക്കാർക്ക് ഒരു ക്യാരക്ടർ തന്നെ കിട്ടിയായിരുന്നു ഈ ഇങ്ങനെ വേദിയിൽ അവതരിപ്പിക്കാനായിട്ട്. അതിൽ മെയിനായിട്ട് സന്തോഷ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന് അഗെയിൻസ്റ്റ് കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെന്താണ് തോന്നിയത്? കാരണം എന്ന് വെച്ചാൽ ഈ മിമിക്രിക്കാർക്ക് എപ്പോഴും പണ്ടോട്ടേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കിട്ടിയാലോ ഏതെങ്കിലും ഒരു നടനെ കിട്ടിയാലോ എനാക്ട് ചെയ്യുക, അവരവിടെ എൻ്റർടൈൻ ചെയ്യുക. അതെങ്ങനെയല്ലായിരുന്നു അതെടുക്കേണ്ടിയിരുന്നത്? അല്ല, അങ്ങനെ എടുക്കുന്നതിൽ അത് ഓക്കെയാണ്. അതായത് മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഭിനയിച്ച സാധനം, നിങ്ങളൊരു നടിയാണ്, നിങ്ങൾ അഭിനയിച്ച സാധനം ഒരാളത് എങ്ങനെ ചെയ്താലും ഓക്കെ, നിങ്ങളെ വേഷമിട്ട് ചെയ്യാം. പക്ഷേ അതിൽ സംഭവിച്ച അങ്ങനെയല്ല. അതിൽ മതപരമായ കാര്യങ്ങളും മറ്റേതൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വേഷം ഇട്ട് ഒരാൾ പറയുകയാണ് ചെയ്തത്. ഇത് മിമിക്രിയാണോ? നിങ്ങളൊരു കലക്ടറാണ്, കലക്ടറുടെ രീതിയിൽ ഒരാൾ മിമിക്രി ചെയ്യുന്നു, ഓക്കെ. എങ്കിൽ കലക്ടർ അതേ വേഷത്തിൽ നിങ്ങളെ ഓഫീസിൽ വന്ന് അവിടുത്തെ സീലെടുത്ത് അവിടെ സൈൻ ചെയ്യുന്നത് മിമിക്രിയാണോ? ഇല്ല, അതാണല്ലോ. യെസ്. എങ്കിൽ അഭിപ്രായം എന്ന് പറയാം. യെസ്, ഇവിടെ ഫ്രോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേൾക്കൂ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ രൂപം കോലം വെച്ചിട്ട് അവൻ പറയുകയാണ്. ഇത് കാണുന്നവർ തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്യുന്നത്? അതേതെങ്കിലും സിനിമയുടെ എൻ്റെ സിനിമയിൽ പറഞ്ഞ ഡയലോഗല്ലോ അവൻ പറയുന്നത്. എൻ്റെ വേഷം ഇട്ടുകൊണ്ട് ഒരുത്തം പറയുകയാണ്, ഈ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് എന്നാ ഞാൻ, എന്നെ അതേപോലെ തന്നെ അവൻ മിമിക്രി ചെയ്തിട്ട് പറയുമ്പോൾ എനിക്കാണ് അതിൻ്റെ ഇത് വരും. സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അത് ചെയ്തത് സുരാജ് വെഞ്ഞാറമൂട് എന്നാണ് ഞാൻ കരുതിയത്, എന്ന് വെച്ചിട്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെന്ത് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു എന്ന്? കോടതി അതിനൊരു മിമിക്രി എന്നുള്ള രീതിയിലാണ് എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് മറുവശം ഇനി നാളെയും ഈ പറയുന്ന ജഡ്ജിയെയും ഈ രീതിയിൽ, ജഡ്ജി പറഞ്ഞ വാക്കല്ലാതെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് എത്രമാത്രം അവർക്ക് ക്ലിയർ ആയെന്ന് എനിക്കറിയില്ല, അത് പോട്ടെ. പക്ഷെ നാളെ ഇതേപോലത്തെ ഒരു കേസ് വരുമ്പോൾ ഈ കേസ് ഞാൻ തിരിച്ച് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ബുദ്ധിമുട്ടും. കാരണം അന്ന് കോടതി പറഞ്ഞ ഇതൊക്കെ മിമിക്രി തലത്തിൽ പെടുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അതുണ്ട്, അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായി. പിന്നെ ഒന്നുകൂടി, എവറി ആക്ഷൻ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എന്തായി, പിന്നീട് ഇതുവരെ സുരാജ് വെഞ്ഞാറമൂടായാലും വേറൊരു നടനായാലും നമ്മൾ ഓപ്പണായിട്ട് അങ്ങനെ മിമിക്രിക്കാർക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടില്ല. പൈസ കൊടുത്തോ ഇല്ലയെന്ന് എനിക്കറിയില്ല, അതിൻ്റെ എൻഡിൽ പൈസ കൊടുക്കുന്നുണ്ട്. ഇവൻ ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രാമിന് വരുന്ന അങ്ങനല്ല. അതിലൊരു 4 പേര് ചെയ്തിട്ട് ആരാണ് മികച്ചവൻ എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തിക്ക് തന്നെ പൈസ കൊടുത്തിരുന്നു. ഞാനതാണ് കോടതിയിൽ പറഞ്ഞത്. ഇവിടെ ക്രിമിനൽ ഗൂഢാലോചന നടന്നു വന്നും ഇവന് പൈസ കൊടുത്തതിന് തെളിവ് ആ പരിപാടി തന്നെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വാട്ടവർ, ശരിയോ തെറ്റോ. പിന്നീട് അങ്ങനെ ഒരു ഉപദ്രവം എനിക്ക് സുരാജ് വെഞ്ഞാറമൂടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ അത് കേസ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇനി അടുത്ത ഷോയിലും പണ്ഡിറ്റിനിട്ട് പണിയാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇങ്ങേര് ചെയ്തു, നാളെ വേറൊരുത്തം ചെയ്തു. ഇതിപ്പോൾ ഒരു കേസ് വരുമ്പോൾ വേണ്ട അയാളെ ഇവന് പോയി കഴിഞ്ഞാൽ അയാൾ പിന്നെ കേസ് കൊടുക്കൂട്ടോ. നമ്മൾ മമ്മൂട്ടി ചില സമയത്ത് ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള പഴയ കുറച്ച് കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പാട്ടും അതും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ. അതെ, അപ്പം അതും ഇതുപോലെ തന്നെയല്ലേ ഒരാള് ഞാൻ പറയുന്നു, ഒരു മനുഷ്യൻ ചെയ്തതിനെ നിങ്ങൾ മിമിക്രി ചെയ്യുന്ന തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. മിമിക്രി ആർട്ടിസ്റ്റായിട്ടല്ല ചെയ്തത്, അല്ല. അയാൾ എൻ്റെ ഇത് ഇട്ടിട്ട് ഇപ്പോൾ ഇന്ന ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെന്നൊക്കെ പറഞ്ഞാൽ അവനെ എനിക്ക് വേണ്ടിയിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് വെച്ചിട്ട് ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങളെങ്ങനെ പറയാമെന്ന്. ഞാൻ പറഞ്ഞതാണോ? അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ മിമിക്രിക്കാരൻ ഞാൻ എത്ര ആളോട് പറയണോ? അതെ, അങ്ങനെ അതായിരുന്നു നിങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. അഭിപ്രായം എന്നത് ഞാൻ പറയേണ്ട കാര്യമാണ്, അത് മറ്റവനല്ല പറയേണ്ടത്. എൻ്റെ സിനിമയിലുള്ളൊരു കാര്യം അവൻ പറഞ്ഞോട്ടെ.
പിന്നെ അവൻ കറക്റ്റ് സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ക്ലാരിറ്റി ഇപ്പം എനിക്ക് കിട്ടി. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം, ഇപ്പം നമ്മൾ ഒത്തിരിയേറെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിട്ടുണ്ട് സിനിമയുടെ ഇതിലാണെങ്കിലും ശരി. അപ്പോൾ ഇപ്പം ഒരാൾ നമ്മളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നും അയാളുടെ ഒരു മിസ്റ്റേക്കാണെന്ന് നമുക്ക് തോന്നും. രണ്ടുപേര് പറയുമ്പോൾ തോന്നുന്നത് എന്തോ തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഒരു കെട്ട ആൾക്കാർ പോസിറ്റീവ് പറയുന്നു, അതുപോലെ അത്രയും ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് മാറി ഇന്ന് സന്തോഷിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് IQ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അത്യാവശ്യം IQ ഉള്ള ആളുകൾക്ക് 2011 സന്തോഷ് പണ്ഡിറ്റിൻ്റെ കളി കണ്ടപ്പോൾ ഇയാളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അവരന്ന് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ബുദ്ധി കുറഞ്ഞവർക്ക്, IQ കുറഞ്ഞവർക്ക് കുറച്ച് സമയമെടുത്തു, ഇന്ന് അവരെന്നെ സ്നേഹിക്കുന്നു. അതിൻ്റെ മനഃശാസ്ത്രം ഇതാണ്: ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കാണുക, അതിനെ പ്രൊമോട്ട് ചെയ്യാം. ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കാണരുത്. അതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം നിങ്ങൾ ഷെയർ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് 5 പൈസയുടെ കുറവുണ്ടെന്ന്. അധികമൊന്നുമില്ല, ഒരു 5 പൈസയുടെ കുറവുണ്ടെന്ന്. ശരിയല്ലേ? കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു വീഡിയോ കാണുന്നില്ല, ഇഷ്ടപ്പെട്ട നടൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്നു, ഇഷ്ടപ്പെടാത്തവൻ്റെ വീഡിയോ കാണുന്നു. നിങ്ങൾക്ക് 5 പൈസയുടെ കുറവുണ്ടെന്നേ ഞാൻ പറയും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഡോണ്ട് വാച്ച് ഇറ്റ്. വൈ ഡു യു റിയലി ബി നെഗറ്റീവ്? അതായത് ഒരിക്കലും അത്തരം ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും എൻ്റെ വിമർശകർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സന്തോഷ് പണ്ഡിറ്റ് കളിക്ക് വന്നത്. ഇവരെയൊക്കെ കൃത്യമായി പഠിച്ച് ഇവൻ്റെയൊക്കെ തലച്ചോറിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യം പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് മാറിയില്ല. 13 വർഷമായി ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞിരുന്നവൻ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? ഞാൻ അന്നും തന്നെയല്ലേ പറഞ്ഞത്. എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നു? ഇന്ത്യ സ്വതന്ത്രമാണ്. 1947 ആഗസ്റ്റ് 15 മുതൽ ഇന്ത്യ സ്വതന്ത്രമാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ നിയമപ്രകാരം സെൻസറിങ് ചെയ്യണം, ഇൻകം ടാക്സ് കൊടുക്കണം. അത് എങ്ങനത്തെ സിനിമ ചെയ്യണം, ബാഹുബലി എടുക്കണം, ഇന്ന നടൻ അഭിനയിക്കണം എന്നൊന്നും ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? അതെങ്ങനെ എടുക്കണം? കാണാതിരിക്കാൻ നിങ്ങൾക്കും ചെയ്യാം. എന്തിനു വന്നു? നിങ്ങളിപ്പോൾ ചോദിച്ചു എന്തിനു വന്നു? പേര് പ്രശസ്തി വേണം. അന്നത്തെ ഇൻ്റർവ്യൂ അതിനല്ലേ പറഞ്ഞു. അതേസമയം എന്നെ അന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞോ ബിസിനസ്സിന് വേണ്ടി സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കുഴപ്പമാർക്കാണ്? ഞാൻ മാറിയാലല്ലേ നിങ്ങൾക്ക് പറയേണ്ടത്. സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ മാറിയപ്പോൾ ആളുകൾ ഇഷ്ടപ്പെട്ടു. സന്തോഷ് പണ്ഡിറ്റ് എവിടെ മാറി? അന്നും ഞാൻ 5 ലക്ഷം പടം ഇന്നും എടുക്കുന്നു. അത് അന്നും ഞാൻ പുതുമുഖർക്ക് അവസരം കൊടുത്തു, ഇന്നും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അന്നും സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് നായകൻ, ഇന്നും സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് നായകൻ. ഞാൻ മാറിയില്ല, മറ്റുള്ളവർ മാറി. അപ്പോൾ കുഴപ്പം മറ്റുള്ളവർക്കായിരുന്നു അല്ല. ഞാൻ ലോജിക്കാണ് ചോദിക്കുന്നത്. ഇപ്പം കേരള ലൈവ് 12ാമത്തെ സിനിമയാണ്. 12ാമത്തെ സിനിമ. അപ്പം ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ സിനിമ എടുക്കുന്നതെന്ന് ചെറിയ കാര്യമല്ല, ഭയങ്കര ഹാർഡ് വർക്കാണ്. സ്പെഷ്യലി അതിൻ്റെ ഏറെക്കുറെ എല്ലാ ഏരിയാസും സന്തോഷിച്ച് ഒറ്റയ്ക്ക് ചെയ്യുന്നു. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം അതിൽ വരുന്ന ഹാർഡ് വർക്കൊക്കെ ഭയങ്കരമായിട്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണോ? സിനിമയിലോടുള്ള ഇഷ്ടം എന്നൊന്നും പറയാൻ പറ്റുമെന്നില്ല. അത് അന്നും ഇന്നും അത് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഒരു ഒരു ഇത്രയും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, കൈ ഇങ്ങനെ സിനിമത്തില പിടിക്കുന്നുണ്ടാവും. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ, അതായത് സർക്കാർ ജോലി ചെയ്യുമ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ കൂട്ടി നോക്കും, മിനിമം ഒരു വർഷം 100 ദിവസമെങ്കിലും ലീവാണ്. അല്ല, സാധാരണഗതിയിൽ സൺഡേ ലീവ്, സെക്കൻഡ് സാറ്റർഡേ ലീവ്, ശ്രീകൃഷ്ണ ജയന്തി, നബിദിനം, ക്രിസ്മസ്, പിന്നെ ആരെങ്കിലുമൊക്കെ മരിച്ചാലുള്ള ലീവ്. എനിക്ക് ഇങ്ങനെ ഒരു ദിവസം വെറുതെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും ദിവസം നമുക്ക് ലീവ് പോകുന്നതാണ്. അതാണെങ്കിൽ തന്നെ 10 to 5 ഉള്ളൂ. എനിക്ക് രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ ഇങ്ങനെ ഒട്ടിച്ചെറിയ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ അതും ഒരേ ടൈപ്പ് വർക്കാണ് വരുന്നത്. അവിടെ ഞാൻ ഫസ്റ്റ് മുതൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വെറൈറ്റി ആയിട്ട് ഒരു കാര്യം ചെയ്യണം. ഇതാണ് ഫസ്റ്റ് അച്ഛൻ എന്നോട് പഠിപ്പിച്ചു തന്നൊരു കാര്യം. അത് അച്ഛൻ ഓൾറെഡി വിത്തിട്ടൊരു സാധനമാണ്. സന്തോഷം എന്ത് ചെയ്യുന്നു വെറൈറ്റി ചെയ്യണം. അപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ട് ഞാൻ എന്ത് വെറൈറ്റി ചെയ്യാനാണ്? അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അത് ഫോളോ ചെയ്യാനേ. ഞാനും നല്ല, നിങ്ങൾ നല്ല, ലോകത്ത് ആര് പോയാലും ഇവിടെ ആകുമ്പോൾ നമ്മളാണ് അതിൻ്റെ ഓണർ. അപ്പോൾ എനിക്ക് ഒരു വെറൈറ്റി പരീക്ഷിക്കാൻ എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതിപ്പോൾ ഞാനൊരു ഡോക്ടറാണെങ്കിലും എന്തിനായാലും അവിടെയും ഞാനിപ്പോൾ ഒരു മരുന്ന് എഴുതാണ് എൻ്റെ മനസ്സിലുണ്ടാവും, സന്തോഷമായിട്ട് ഉണ്ടാക്കി മരുന്നൊന്നുമല്ലല്ലോ. ഇതെനിക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നത്, മനസ്സിലായില്ലേ? അതായത് ഞാൻ പറയുന്നത് അത് തലവേദനയ്ക്ക് ഈ മരുന്നാണെന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ടുണ്ടാകും. നമസ്കാരം സാർ, ഇപ്പോൾ പുതിയ ഞങ്ങളുടെ കമ്പനീൻ്റെ ചിലത് ഓക്കെ, ഈ മരുന്നൊക്കെയാണല്ലേ, ഓക്കെ ഫൈൻ, ശരി എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ 1-2 പേരിൽ പരീക്ഷിക്കുന്നു, ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ആ മരുന്ന് പിടിക്കാം. എനിക്ക് എൻ്റെ ഒരു ഇതിൽ എനിക്കത് പോരാ. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ
ഞാൻ തന്നെ ഒരു ശരിക്കും അല്ല എൻ്റെ മനസ്സിലുള്ള പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ മനസ്സിലുള്ള ഞാൻ തന്നെ അവിടെ ഡ്രഗ്സ് ഇതാക്കി ഗവൺമെൻറ്റിനോട് സർ ഈ മരുന്ന് ഇതിനുള്ളതാണ് സർ, ക്യാൻസറിന് ഈ മരുന്ന് പെർഫെക്റ്റ് ആണ്, അത് ഞാൻ അവിടെ പ്രൂവ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ജനങ്ങൾക്ക് എഴുതി കൊടുക്കുന്നു ക്യാൻസർ ആണല്ലേ നീ ഈ മരുന്ന് യൂസ് ചെയ്യും. ഇങ്ങനെ വരുമ്പോഴേ എനിക്ക് ആ പറയുന്ന ഒരു സാധനം എനിക്ക് കിട്ടുന്നുള്ളൂ. മറ്റൊന്നാണ് വേറെ ഏതോ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെ നമ്മൾ വളരെ ഈസിയായി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ബാക്കിയുള്ളവർ ഇപ്പോൾ റോഡ് ചെയ്യുമ്പോഴും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കാരണം സോളിയും മെറ്റലിങ് ടാറിങ് ഒരു റോഡാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിങ്ങളെ വീടിൻ്റെ ആണെങ്കിൽ അതിനൊരു ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ ഈ പ്രൊപ്പോർഷൻ ഇത് നിങ്ങൾ കണ്ടുപിടിച്ചാണ്. ഏതൊരു സായിപ്പ് കണ്ടുപിടിച്ചു, ഞാനത് പഠിച്ചു, ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് പിന്നെ ഇഷ്ടമായിരുന്നു കുറച്ചും കൂടെ പ്രോഗ്രാമിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ചുകൂടി. കാരണം നമുക്ക് നമ്മളതായ ഒരു സാധനം ചെയ്യാം. എനിക്കിപ്പോഴും അതാണ് ഇഷ്ടം. പ്രോഗ്രാമിങ് എന്താണ്, ഞാൻ ഇപ്പോൾ C++ഓ ജാവയോ അല്ലെങ്കിൽ വിഷ്വൽ ബേസിക്കോ വാട്ടവർ. അപ്പം നിങ്ങൾ എന്നോട് പറയുന്നത് സാർ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒരു സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ അതിൽ ഇതൊക്കെ വരണം, ഇങ്ങനെയൊക്കെയാണ് വാട്ടവർ, അല്ലെങ്കിൽ സാധനങ്ങൾ വില കൂടുമ്പോൾ അതിനുള്ള ഓപ്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ തല കത്തണം. കാരണം ഇന്ന് അരിക്ക് 50 ആണെങ്കിൽ നാളെ 52 അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാണിക്കണം. എങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യണോ? ഇതൊന്നും എന്നെ ഞാൻ ക്രിയേറ്റർ ആവണം എന്നുള്ള ഒരു ഇത് തന്നെയാണ് എനിക്കിഷ്ടം. സൈക്കോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സൈക്കോളജിസ്റ്റ് ആവാൻ. കാരണം സൈക്കോളജിസ്റ്റ് അവിടെയും പ്രശ്നം, ഞാൻ കുറേ ഫ്രോയിഡിൻ്റെ തിയറി പഠിക്കുന്നു മാർക്ക് കിട്ടാൻ. പക്ഷേ നമ്മളെ മുന്നിൽ ഇപ്പോൾ ഒരു സ്ത്രീ വരുന്നു, സാർ എൻ്റെ ഭർത്താവിനൊരു സംശയരോഗമുണ്ട് സാർ എന്ന് പറയുമ്പോൾ ഈ ഭർത്താവ് അറിയാതെ വേണം ഈ വ്യക്തിയുടെ സംശയരോഗം ഞാൻ മാറ്റാൻ. അവിടെ ഫ്രോയിഡിനോട് വിളിച്ചു ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രോയിഡിന് അങ്ങനത്തെ തിയറി ഒന്നും ഫ്രോയിഡ് പറഞ്ഞു തന്നില്ല. അപ്പോൾ അല്ല വ്യത്യസ്തമല്ലേ ഒരാളുടെ അവസ്ഥ. അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് സാർ ഞാൻ നന്നായി മദ്യം കഴിക്കുന്നു സാർ, എനിക്ക് മദ്യം കഴിക്കേണ്ടതെന്നുണ്ട്, പക്ഷേ എനിക്ക് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇയാൾ അറിയാതെ വേണം ഇയാളെ മാറ്റാൻ. അവിടെ എൻ്റെ തല തന്നെ വർക്ക് ചെയ്യണ്ടേ ആലോചിച്ചോ. എനിക്ക് അങ്ങത്തരം ജോലികളായിരുന്നു ഇഷ്ടം. അത് ശരിക്കും ഞാൻ പ്രോഗ്രാമിങ്ങിലോ ഇതിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. ആദ്യം ശരിക്കും വക്കീൽ ജോലിയും നമുക്ക് അല്ല ഒരാൾ പറയും സാർ ഞാൻ കൊന്നിട്ടില്ല, പക്ഷേ നമ്മൾ അത്രയും ഇത് കറക്റ്റായിട്ട് ഏറ്റെടുക്കാൻ പറ്റും എങ്കിൽ ആ വിഷയം നമ്മളത് പഠിച്ച് ഇവനെ രക്ഷിച്ചേ അടങ്ങും എന്ന രീതിയിലേക്ക് വരണം. പക്ഷെ അത് നമ്മളെ ബുദ്ധിയാണ്, അല്ലാതെ ഞാൻ പഠിച്ച പീനൽ കോഡിലെ കുറേ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സന്തോഷ് പണ്ഡിറ്റ്ജി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം പറഞ്ഞതുകൊണ്ട് സമ്മതിക്കണമെന്നില്ല അല്ലേ? ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഈ ഇടയ്ക്ക് ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആണ് വരുന്നത് മലയാള സിനിമകളിൽ എല്ലാം. ഇടയ്ക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, മലയാള സിനിമ മരിച്ചുപോയി എന്നുള്ളത്. അത് ഏത് രീതിയിലാണ് അത് ഉദ്ദേശിച്ച് പറഞ്ഞത്? പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ഒന്ന്, ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞ ഈ ബാക്ക് ടു ബാക്ക് സിനിമ വരുന്നതിന് മുമ്പാണ്. ഞാൻ മലയാള സിനിമ മരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫുള്ളായിട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ പറയുന്നത് ടോട്ടലി ചിന്തിക്കുകയാണെങ്കിൽ മലയാള സിനിമ ഒരു 80% മരിച്ചു കഴിഞ്ഞു. എന്താണ് പറയാൻ കാരണം ടെക്നോളജിയിൽ വരുന്ന മാറ്റം. അത് 3-4 പടം വിജയിച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിൽ ഞാൻ മാഡം ഫുള്ളായി കണ്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു അതിനൊരു സജഷൻ കൂടെ സന്തോഷം വേണ്ടിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സിനിമയുടെ ലെങ്ത്ത് കുറയ്ക്കണം, സിനിമയുടെ ലെങ്ത്ത് കുറയ്ക്കണം എന്ന് കൂടെ ഞാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ലെങ്ത്ത് കുറയ്ക്കണം? ഇവിടെ പലപ്പോഴും 4 മണിക്കൂർ എടുത്തു വെച്ചിട്ട് 2 മണിക്കൂർ കട്ട് ചെയ്തിട്ടാണ് 2.5 മണിക്കൂർ ആക്കുന്നത്. അപ്പോൾ ഈ 1.5 മണിക്കൂറിൻ്റെ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അയാളെ പൈസയാണ് അവിടെ പോകുന്നത്. നിങ്ങൾ ജനങ്ങളെ കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അവർ പറയും ഞങ്ങൾ എഴുതി തീർക്കാത്ത സ്ക്രിപ്റ്റാണ്, നിങ്ങൾ എഴുതി തീർത്ത സ്ക്രിപ്റ്റ് ചെയ്താൽ മതി. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ് നിങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കണം. സന്തോഷ് പണ്ഡിറ്റ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ മലയാള സിനിമ ഇനി മുന്നോട്ടാണ് പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വിഷയം, ഇവിടെ തിയേറ്ററുകൾ, നമ്മളിപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് സിനിമ മാത്രമാണ് നമ്മളുടെ എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് അങ്ങനെയല്ല. മറ്റിപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്നത് നമുക്കൊരു വടത്തിന് പോലെ നിങ്ങൾ അടുത്ത് തിയേറ്റർ ഉണ്ടാവും. ഇതിപ്പോൾ എറണാകുളത്തോ അങ്ങനെ എറണാകുളത്തൊക്കെ ഉള്ള ടൗൺ ഏരിയയിലുള്ള ആളുകളുടെ കാര്യം ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ അടുത്ത് തിയേറ്ററുണ്ട്. അപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന ഒരു ഗ്രാമത്തില്ല, ഞങ്ങൾക്കൊക്കെ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് 35 കിലോമീറ്റർ സഞ്ചരിക്കണം. കാരണം ടൗണിൽ മാത്രമേ ഉള്ളൂ തിയേറ്റർ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അല്ല, പറയുന്നതിന് 2 വശമുണ്ട്. അപ്പോൾ മലയാള സിനിമയെ ബാക്കോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയാൻ കാരണം ഇനിയും തിയേറ്ററിൽ അടക്കിയുള്ളൂ. ജനങ്ങൾക്ക് മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ വന്നു. മലയാള സിനിമയിൽ തന്നെ OTT എന്ന സംഭവം വന്നു. അപ്പോൾ എന്തായി? ഈ OTT വന്നപ്പോൾ ഒരു പ്രശ്നം, ഒരു ഫീൽ ഗുഡ് സിനിമകളൊക്കെ അത് OTT കണ്ടാൽ പോലെ അതായിരുന്നു ഉദ്ദേശിച്ചത്. യെസ്. പിന്നെന്താണ്, ഇവർ ഭീകരമായ പൈസ ടിക്കറ്റ് അല്ല, അത് ആവശ്യമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അവിടെ അതിനെ ഒരു ചായക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ പൈസ,
നമ്മളെ തന്നെ റിസർവേഷന് വേണ്ടിയിട്ട് വലിയ പൈസ ഒക്കെ നമ്മളെ കൊല്ലുന്നൊരു പരിപാടിയുണ്ട്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് 2 മക്കളും, ഞാൻ സാധാരണക്കാരെ കാര്യമാണ് പറയുന്നത്, പണക്കാരെ കാര്യമല്ല, ഒരു സിനിമയ്ക്ക് പോകാൻ പറഞ്ഞാൽ അതിനെക്കാട്ടി നല്ലൊരു OTT സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതായിരിക്കും. അടുത്ത പ്രശ്നം, പല ആളുകളുടെയും വീട്ടിൽ ഇപ്പോൾ തിയേറ്റർ പോലത്തെ സംവിധാനങ്ങളുണ്ട് മാഡം. അപ്പോൾ അവർ വീട് എടുക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആളുകളിൽ ഇപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർ ഇവിടെ തന്നെ നല്ല ഫുൾ സറൗണ്ടിങ്സിൽ കാണുന്നവർക്ക് വെറുതെ ഇവിടുന്ന് അവിടെ വരെ പോയി അല്ലെങ്കിൽ മറ്റോ നോക്കി, മറ്റോ നുള്ളി, മറ്റോ തോണ്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കും വേണ്ട. അവനവൻ്റെ വീട്ടിൽ തന്നെ എടുത്ത് 2 പ്രാവശ്യം ഒന്നുകൂടെ കാണുന്നതിന് കാണുകയും ചെയ്യാം. ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ എന്താവും, ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മലയാള സിനിമ എന്നല്ല, ഏത് ഇൻഡസ്ട്രിയും ബാക്കോട്ടാണ് പോകുന്നത്. കാരണം ഒറ്റ സ്റ്റേജ് കൂടി, വീണ്ടും പറയുന്നു, ഒറ്റ സ്റ്റേജ് കൂടെ പിന്നിട്ട് കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളുണ്ടാവില്ല. പിന്നെ ചില സിനിമകൾ വിജയിച്ചതിനെ കുറിച്ച് പറഞ്ഞു, അതും ഞാൻ പറയാം. ഇവിടെ ഒരു നടൻ തന്നെ നിർമ്മിച്ച സിനിമകളാണെങ്കിൽ 95% ഇവിടെ ഹിറ്റുകളാണ്. അത് അതിൻ്റെ കഥ കാരണമല്ലേ? ഞാൻ മനഃശാസ്ത്രവും റിസർച്ച് വർക്കാണ് പറയുന്നത്. 200 സിനിമ സാധാരണഗതിയിൽ മലയാള സിനിമയെ നോക്കുകയാണെങ്കിൽ ഒരു 10 സിനിമ 20 സിനിമ ഹിറ്റ് റെഡിയല്ല. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇവിടെ പോകുന്നില്ല. ഇവിടെ 400 സിനിമ ഇറങ്ങിയാൽ, അല്ല ഈ 2024 ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ അങ്ങനെയേ ഉള്ളൂ, ഒരു 10% അല്ലേ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 90% പരാജയമാണ്. പക്ഷേ നമ്മൾ നോട്ട് ചെയ്യാതെ പോയൊരു കാര്യമുണ്ട്, എത്രയോ വർഷങ്ങളായിട്ടും ഒരു നടൻ, ആ നടൻ തന്നെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ, അത് ഏത് നടനും ആയിക്കോട്ടെ, X എന്ന് പറഞ്ഞ നടനോ Y ഓ Z ഓ ആയിക്കോട്ടെ, അയാൾ നിർമ്മിക്കുന്ന സിനിമകൾ ഇവിടെ ഹിറ്റ് ആവാറുണ്ട് 95%. ഈ നടന്മാർ, മേഡം ഞാൻ X ഏത് നടൻ എന്നൊരു വാക്ക് പറഞ്ഞു, ഇതേ നടന്മാർ മറ്റുള്ള നിർമ്മാതാക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് പൊട്ടുന്നത്. നിങ്ങളൊന്ന് റിസർച്ചിലേക്ക് പോകും. നിങ്ങൾ കൊറിയൻ സിനിമ, ഇംഗ്ലീഷ് സിനിമ നോക്കാം, നിങ്ങൾ മലയാള സിനിമയിൽ എന്താ നടക്കുന്നത് ആദ്യം പഠിക്കും. ഞാൻ സാധാരണ ജനങ്ങളോടാണ് പറയുന്നത്, നടന്മാർ നിർമ്മിക്കുമ്പോൾ പടം വിജയിക്കാറുണ്ട്. ഇതേ നടൻ മറ്റുള്ള നിർമ്മാതാക്കളിൽ പോകുമ്പോൾ 95% പരാജയം. ഈ നടന് വേണ്ടി തന്നെ നിർമ്മിക്കുമ്പോൾ ഹിറ്റാവുന്നുണ്ട്. അപൂർവമാണ് പൊട്ടുന്നത്. കംപ്ലീറ്റ് ചെയ്തില്ല മേഡം, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയില്ല. ഞാൻ റിസർച്ച് വർക്കാണ് പറയുന്നത്. ഇപ്പോൾ ഈ വർഷം വിജയിച്ചു. ഇതിൽ ഈ വിജയിച്ച ഭൂരിഭാഗം സിനിമകളും അതിലെ നടന്മാരല്ലേ നിർമ്മിച്ചത്? അതെ, അത് ശരി തന്നെ. അപ്പോൾ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരമായി. ഇനിയും ഞാൻ പറയുന്നു, നടന്മാർ നിർമ്മിക്കുന്ന വിജയിക്കും. അതുകൊണ്ട് ഈ വർഷം വിജയിച്ചു എന്ന് ഒരുപാട് അഹങ്കരിക്കാനില്ല. ഈ വർഷം വിജയിച്ചു എന്ന് അഹങ്കരിക്കണമെങ്കിൽ X ഓ Y ഓർ Z നടൻ വേറൊരു നിർമ്മാതാവിൻ്റെ പടത്തിൽ അഭിനയിച്ച് വിജയിപ്പിക്കട്ടെ, അയാൾക്ക് പൈസ തിരിച്ച് കിട്ടട്ടെ. ഞാൻ ഉദ്ദേശിച്ചത്, നടന്മാർ ചെയ്യുമ്പോൾ അവർ ശരിക്കും സ്ക്രിപ്റ്റൊക്കെ വായിച്ച് അനാവശ്യമായിട്ട് ആവശ്യമുള്ളതേ അവരെടുക്കാറുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ അഹങ്കാരോ ജാടയില്ല. ചിലർക്ക് കഞ്ചാവ് അടിച്ചാലേ എനിക്ക് അഭിനയം വരും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആ നടൻ തന്നെയാണ് നിർമ്മിക്കുന്നെങ്കിൽ അവനെ കഞ്ചാവും വേണ്ട, ഒന്നും വേണ്ട, കാരവാനും വേണ്ട, അയാൾ തന്നെ പോയിട്ടിടാം, നമുക്ക് 20 ദിവസം കൊണ്ട് തീർക്കാൻ നോക്കിട്ടോ, 15 ദിവസം കൊണ്ട് തീർക്കാൻ നോക്കട്ടെ, എൻ്റെ പൈസയാണ്, മറ്റേ വേറൊരു പൊട്ടൻ്റെ പൈസ ഉണ്ടോ. അപ്പം അപ്പോൾ അതുകൊണ്ടാണ് മുൻകാലങ്ങളിലും സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ട് നല്ല സ്ക്രിപ്റ്റായിരിക്കും. ഒരു നടൻ അയാൾ തന്നെ നിർമ്മിക്കുന്ന എല്ലാ സിനിമകളും ഭൂരിഭാഗം വിജയിക്കുന്നുണ്ട്, ഏത് നടനും. അത് ഒരു സൈഡാണ്. പക്ഷേ ടോട്ടലി ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, മലയാള സിനിമ 85% എങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇവർക്ക് വിജയിപ്പിക്കാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയും കുറച്ച് കാലം കൂടെ മലയാള സിനിമയ്ക്കുണ്ട്. മലയാള സിനിമ എന്നല്ല, എല്ലാ സിനിമയും. നമ്മൾ ഈ കേരള ലൈവിലേക്ക് പോകാം. എന്താണ് അതിൻ്റെ കഥ? എൻ്റെ 12ാമത്തെ സിനിമയാണ് കേരള ലൈവ്. പിന്നെ നമ്മളെപ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾക്ക് എൻ്റെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും, അതായത് സന്തോഷ് പണ്ഡിറ്റ് അന്നും ഇന്നും വിശ്വസിക്കുന്നൊരു കാര്യം, നിങ്ങൾ എത്ര വലിയ നടനായാലും നടിയായാലും എത്ര ആരാധകരുണ്ടെങ്കിലും നിങ്ങൾ പുതുമയോടൊരു സാധനം ചെയ്തില്ലെങ്കിൽ അത് വിജയിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും കോഹ്ലി ആണെങ്കിലും ക്രീസിൽ നിങ്ങൾ ഒരു പുതിയ കളി കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റത്തെ സ്കോർ 0 ഞാൻ പണ്ട് കുറേ സെഞ്ചുറി അടിച്ചു, ഒക്കെ ശരിയാണ്. ഈ കളിയിൽ ചേട്ടൻ്റെ ഇങ്ങനെ 0 ഈ 0 നിന്ന് വേണം 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് 100ലേക്ക് എത്താൻ. ഇതേപോലെ നിങ്ങൾ എത്ര പടം വിജയിപ്പിച്ച ഒരു സൂപ്പർ സ്റ്റാറാണെങ്കിലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ സമീപിക്കേണ്ടത് 0 നിന്നുകൊണ്ടാണ്. ഞാനൊരു പുതുമുഖ നടനാണ് എങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെ നമുക്കൊരു ഇതുണ്ടാവില്ലേ. അതേപോലെയാണ് 12ാമത്തെ സിനിമ ചെയ്യുമ്പോഴും സന്തോഷ് പണ്ഡിറ്റ് ഞാനൊരു പുതുമുഖമാണ് എന്ന രീതിയിൽ തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് 10 ലക്ഷം ഫാൻസ് ഉണ്ട്. ഒരു പുതിയ പ്രമേയമാണ് നമ്മൾ ചെയ്യുന്നത്. 5 വർഷത്തിന് ശേഷം പ്രവാസികളെല്ലാം തിരിച്ചു വരികയാണെങ്കിൽ കേരള സംസ്ഥാനം നേരിടാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ സിനിമ. ഞാനൊരു പ്രവാസിയായിട്ട് വരുന്ന എൻ്റെ ജീവിതത്തിലൂടെ കേരളത്തിൻ്റെ അവസ്ഥ ഭംഗിയായിട്ട് പറയുന്നു. 8 പാട്ട്, അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ഉള്ള സിനിമയാണ്. ഇതിൽ
ക്യാമറ ചെയ്തിരിക്കുന്ന ക്യാമറമാൻ ഉണ്ട്, ബാക്കി എല്ലാം സന്തോഷിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ 5 ലക്ഷം രൂപ ബജറ്റിലാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എനിക്ക് സ്വന്തമായിട്ടുള്ള ക്യാമറയും എല്ലാ സ്റ്റുഡിയോ വർക്കും ഇതെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. പിന്നെ ആകെ എൻ്റെ ക്യാമറമാൻ ഒരു അരീഷേട്ടനുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നടക്കും. ബാക്കി 200ഓളം താരങ്ങളൊക്കെ വരുന്നു പോകുന്നുണ്ട്. അല്ല സിനിമ ഒരു വളരെ അത്രയും വലിയൊരു ഇതിലുള്ളൊരു സിനിമയാണ്. സോങ്സൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചൊരു സന്തോഷം. അയ്യോ വളരെ, എനിക്ക് ഭയങ്കര, ഞാൻ ഇനീഷ്യലി നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി ഈസ്. പക്ഷേ ഒത്തിരിയേറെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ എന്താ പറയണ്ടത്, ഓവർ റിയാക്ട് ചെയ്ത് കുറേ ചാനലിലെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ. പക്ഷേ നമ്മളെല്ലാവരും കുറേ ഓവർ റിയാക്ട് ചെയ്യുന്നു എന്നാണ്. ബിക്കോസ് ഇൻ ഡെപ്ത് സന്തോഷിനെ അറിയുവാണെങ്കിൽ he's doing so much of good work and he's got so much of logic. പ്രസൻറ്റ് ചെയ്യുന്ന രീതികൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഐ റിയലി എൻജോയ് ടോക്കിംഗ് ടു യു. ഐ എം റിയലി ഹാപ്പി, ഗ്രേറ്റ്ഫുൾ ദാറ്റ് സന്തോഷ് എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിൽ ഐ എം വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു.